ഗംഗേശാരദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ലൈംഗിക പീഡനം ചെറുക്കാനാണ് പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ചതെന്നും പെൺകുട്ടിയുടെ പേട്ടയിലെ വീട്ടിൽ വെച്ച് പീഡനശ്രമം നടന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട്. തിരുവനന്തപുരം CJM കോടതിയിലാണ് അന്വേഷണ സംഘം 7 വർഷങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, കുറ്റപത്രത്തിലെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, 7 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2017 മെയ് 19-നാണ് ഈ ജനനേന്ദ്രിയം മുറിച്ച കേസ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് പേട്ടയിൽ പൂജയ്ക്കെത്തിയ ഒരു വീട്ടിൽ നിന്നാണ് ജനനേന്ദ്രിയം മുറിച്ച നിലയിൽ ഗംഗേഷ് ആനന്ദിനെ കണ്ടെത്തുന്നത്. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആദ്യ കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ ഗംഗേഷ് ആനന്ദക്കെതിരെയാണ് കുറ്റപത്രം. ലൈംഗിക പീഡനം ചെറുക്കാനാണ് പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. പേട്ടയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് പീഡനശ്രമം നടന്നെന്നും കുറ്റപത്രത്തിൽ ഉണ്ട്. മറ്റൊന്ന്, പെൺകുട്ടിക്കും സുഹൃത്തിനുമെതിരെ മറ്റൊരു കുറ്റപത്രം നൽകുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. ഇത് അടുത്ത ആഴ്ച തന്നെ നൽകാനാണ് സൂചന. അതേസമയം ഈ ഗംഗാനന്ദ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചുവെന്ന് ആദ്യം പരാതി നൽകിയ പെൺകുട്ടി പിന്നീട് പക്ഷേ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇക്കാരണത്താൽ കുറ്റപത്രത്തിന് സാധ്യതയുണ്ടോ എന്ന് ഈ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരുന്നു. തുടർന്ന് ആദ്യ മൊഴിയിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയെങ്കിലും കുറ്റപത്രവുമായി മുന്നോട്ട് പോകാമെന്നും പെൺകുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ പറയാനാകും എന്ന ഒരു നിയമോപദേശം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ആര്യ, 7 വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകി.